ഇപ്പോൾ വരുന്ന വാർത്തയിലേക്ക്. മിഥുന്റെ മരണവുമായി ബന്ധപ്പെട്ട് തേവലക്കര ബോയ്സ് സ്കൂളിലെ പ്രധാന അധ്യാപികയ്ക്ക് സസ്പെൻഷൻ. ആ സസ്പെൻഡ് ചെയ്തുള്ള ഉത്തരവ് ഇപ്പോൾ സ്കൂൾ മാനേജ്മെന്റ് പുറത്തിറക്കിയിരിക്കുന്നു. രഘുനാഥാണ് ഇതിന്റെ വിവരങ്ങൾ നൽകാൻ ചേരുന്നത്. രഘു, നേരത്തെ മന്ത്രി രാവിലെ തന്നെ ഇക്കാര്യങ്ങൾ തീരുമാനമെടുത്തിരുന്നു. ആ ശുപാർശ മാനേജ്മെന്റിന് നൽകിയിരുന്നു. മാനേജ്മെന്റ് അതനുസരിച്ചുള്ള ഉത്തരവ് ഇപ്പോൾ സസ്പെൻഷൻ ഉത്തരവ് പുറപ്പെടുവിക്കുമ്പോൾ എന്താണ് ആ ഉത്തരവിൽ പറയുന്നത്? രഘുനാഥ്, എന്താണ് ഈ സസ്പെൻഷനുമായി ബന്ധപ്പെട്ട ആ ഉത്തരവിലെ വിവരങ്ങൾ ലഭ്യമാണോ? ഉത്തരവിൽ പറയുന്നത് വിദ്യാഭ്യാസ ഉപഡയറക്ടർ ഉൾപ്പെടെ സ്ഥലം സന്ദർശിച്ച് അപകടത്തിൽ തെളിയിച്ച സാഹചര്യങ്ങൾ നേരിട്ട് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രധാന അധ്യാപികയെ സസ്പെൻഡ് ചെയ്തതെന്നുള്ളതാണ്. ഒന്നാമത്തെ കാരണം, സ്കൂളിൽ കുട്ടികൾക്ക് സുരക്ഷിതം ഉറപ്പുവരുത്തുന്നതിന് പ്രധാന അധ്യാപികയായ ശ്രീമതി എസ് സുജയുടെ ഭാഗത്തു നിന്നും വീഴ്ച സംഭവിച്ചതായി ബോധ്യപ്പെട്ടിട്ടുള്ളതിനാൽ അച്ചടക്ക നടപടി സ്വീകരിച്ച് റിപ്പോർട്ട് ചെയ്യാൻ കൊല്ലം വിദ്യാഭ്യാസ ഉപഡയറക്ടർക്ക് മാനേജർക്ക് നിർദ്ദേശം നൽകിയിരുന്നതോ അതിൻ്റെ അടിസ്ഥാനത്തിലാണിപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഇതൊരു മാനേജ്മെൻറ്റ് സ്കൂളാണ്. ആ മാനേജ്മെൻറ്റ് സ്കൂളിൽ പ്രധാന അധ്യാപികയ്ക്ക് എത്രമാത്രം ഇത്തരം കാര്യങ്ങളിലൊക്കെ ഇടപെടാൻ വേണ്ടി കഴിയും എന്നുള്ള ചോദ്യം അവശേഷിക്കുക തന്നെ ചെയ്യും. ഒരു സർക്കാർ സ്കൂളാണെങ്കിൽ ഒരുപക്ഷെ അവിടുത്തെ സംവിധാനങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥരായിരിക്കാം. പക്ഷേ നമുക്കറിയാവുന്നതുപോലെ തന്നെ വിവിധ സംഘടനകൾക്കും വിവിധ സാമുദായിക സംഘടനകൾക്കൊക്കെ സ്കൂളുകളുണ്ട്. അതിൻ്റെ ഉടമസ്ഥൻ മാനേജറായിരിക്കും. അല്ലെങ്കിൽ അവിടുത്തെ കാര്യങ്ങളെല്ലാം വിദ്യാഭ്യാസ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിട്ടുണ്ട്, അത് കൈമാറുകയും ചെയ്തിട്ടുണ്ട് എന്ന വിവരം കൂടി വരുന്നുണ്ട്. അതെ, ആ റിപ്പോർട്ടിൻ്റെയൊക്കെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മാനേജ്മെൻറ്റ് ഇത്തരത്തിലുള്ളൊരു നടപടി സ്വീകരിച്ചിരിക്കുന്നത്. എന്തായാലും ഈ മിഥുൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് വകുപ്പ് തലത്തിലെടുക്കുന്ന ആദ്യത്തെ നടപടിയാണിത്. അല്ലെങ്കിൽ ആരാണോ ഉത്തരവാദി എന്നുള്ളൊരു അല്ലെങ്കിൽ അതിൻ്റെ മരണത്തിന് ഉത്തരവാദിത്തപ്പെട്ട ഒരാൾക്കെതിരെ ഒരു നടപടി എടുക്കുന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ ഈ ഘട്ടത്തിൽ പറയാം. അപ്പോഴും ചോദ്യങ്ങൾ അവശേഷിക്കുകയാണ്. കാരണം ഈ സ്കൂളിൻ്റെ കെട്ടിടമടക്കം നിർമ്മിക്കേണ്ടത് അല്ലെങ്കിൽ ഇതിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ ചുമതലയാണ്. കാരണം ഒരു പക്ഷേ പ്രധാന അധ്യാപിക എന്നാണ് ചുമതല ഏറ്റവും നമുക്കറിയാം. പ്രധാന അധ്യാപിക ഒരു അതൊക്കെ വരും ദിവസങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ചർച്ചയായി മാറേണ്ടതാണ്. കാരണം മാനേജ്മെന്റിന് ഇക്കാര്യത്തിൽ എന്ത് നടപടി മാനേജ്മെന്റിനെതിരെ സ്വീകരിക്കാൻ കഴിയും, അധ്യാപികയ്ക്ക് എത്രത്തോളം റോൾ ഇതിൽ ഉണ്ട്. പക്ഷേ ഇപ്പോൾ വരുന്ന വാർത്ത ഈ അധ്യാപികയെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള മാനേജ്മെന്റിന്റെ സ്കൂൾ മാനേജറുടെ ഉത്തരവാണ് പുറത്തേക്ക് ഇറങ്ങുന്നത്.